ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ ഷോർട്സിൽ കണ്ടിട്ട്. അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും തട്ടി അടിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മാറാലയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള മാറാലകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ ഭാഗത്തേക്കൊന്നും ഇല്ല കേട്ടോ. ഈ ഭാഗമുണ്ടോ, ഇവിടെ ഒന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇല്ല അടിക്കാനൊന്നും. ഈ ഭാഗത്ത് അത്ര തട്ടാനൊന്നുമില്ല. ഇത് ചെറുതായിട്ട് ഇവിടെയും അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടുള്ളൂ. കാരണം എല്ലാ ആഴ്ചയും ഞാൻ തട്ടി അടിക്കുന്നതാണ്. തട്ടിയടിച്ചതിന് ശേഷം നേരെ നിലത്തുള്ള എല്ലാ പൊടികളും എല്ലാ ചവറുകളും അടിച്ചു വാരുകയാണ് കേട്ടോ. എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അടിച്ചു വാരുകയാണ്. കട്ടിലിൻ്റെ ചുവട്ടിലുള്ളതും എല്ലാ സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് നന്നായിട്ട് അടിയിലോട്ടൊക്കെ അടിച്ചു വാരി, അടിയിൽ എന്തെങ്കിലും മാറാലയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ചു വാരി പുറത്തേക്ക് ആക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടിടുന്ന ഓരോ സാധനങ്ങൾ, അതായത് മോൻ്റെ പണിയാണ് അതൊക്കെ കിട്ടുന്നത്. കാണാതായിട്ടൊക്കെ ഇരിക്കും. അടിച്ചു വരുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ കിട്ടുക. ബോളായിക്കോട്ടെ, എന്തെങ്കിലും കളിപ്പാട്ടായിക്കോട്ടെ, അതൊക്കെ ഈ സമയത്താണ് കിട്ടുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ബെഡിലെ കവർ കൂടി മാറ്റുകയാണ് കേട്ടോ. അതും മാറ്റാനായിട്ടുണ്ട്. അങ്ങനെ ഈ റൂം മൊത്തത്തിലൊന്ന് അടിച്ചു വാരി സെറ്റാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ കാണുന്ന പെട്ടിയില്ലേ, ഇത് പണ്ടത്തെ പെട്ടിയാണ് കേട്ടോ. അച്ഛനൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നയാ. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനത്തെ പെട്ടി. എന്താണ്, പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ അയാൾ കൊണ്ടു നടക്കുന്ന പോലത്തെ ഒരു പെട്ടി. അടുത്തതായിട്ട് നമുക്ക് ഈ കട്ടിലിലെ സാധനങ്ങൾ, അതായത് പുതപ്പും തലേണയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആ വിരി കൂടി ഒന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ റൂം ഒന്ന് തുടച്ചെടുക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ റൂമും അടിച്ചിട്ട് ഓരോ റൂമും അങ്ങ് തുടച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയും. മറ്റത് എല്ലാ റൂമും അടിച്ച് വാരി തുടയ്ക്കാൻ നോക്കിയാൽ അതിന് കുറേ സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ടൈമിൽ ഓരോ റൂമായിട്ട് അടിച്ച് എല്ലാം തട്ടി, അത് കഴിഞ്ഞ് ആ ഒരു റൂം ഫുള്ളായിട്ട് വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഞാൻ അടുത്ത റൂമിലേക്ക് കിടക്കുകയുള്ളൂ. കാരണം പെട്ടെന്ന് ആ ഒരു കാര്യങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും. പിന്നെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിലേക്ക് പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ റൂമും വൃത്തിയാക്കി ആ ഒരു റൂം മൊത്തത്തിൽ ക്ലീൻ ചെയ്തു. ഇനി അടുത്തത് നടുഭാഗത്തേക്കാണ് വന്നത്. ആ നടുഭാഗം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നമ്മൾ ഫസ്റ്റ് തന്നെ കയറി വരുന്ന എൻട്രൻസിലുള്ള റൂമില്ലേ, സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് ആ ഒരു സ്പേസാണ്. ആ ഭാഗത്തുള്ള അതിന് മാത്രം തട്ടിയടിക്കാനൊന്നുമില്ല, എന്നാലും ഒന്നുകൂടി ഒന്ന് തട്ടിയടിച്ച് ഒന്ന് വൃത്തിയാക്കുകയാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ വീടൊക്കെ ഒന്ന് തട്ടി
അടിച്ച് വൃത്തിയാക്കണം. കാരണം നമ്മളെ വീട്ടിലേക്കൊരു പോസിറ്റീവ് എനർജി വരണം എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ മാറാലകളും പൊടികളും ചപ്പ് ചവറുകളും, അതായത് നമ്മൾ ഒഴിവാക്കിയിട്ട സാധനങ്ങൾ ഒക്കെ, ചിലരുണ്ട് നമ്മൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കും, അത് ഉപയോഗിക്കുന്നുണ്ടാവില്ല, പക്ഷേ വെറുതെ വെച്ചുകൊണ്ടിരിക്കും. ശരിക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. നമ്മൾ പുതിയത് നമ്മളെ ലൈഫിലേക്ക്, നമ്മളെ വീട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഴയത് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഉപയോഗിക്കാതെ വെച്ച സാധനങ്ങൾ ഒന്നെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതാണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ വീട്ടിലേക്കൊരു പോസിറ്റീവ് എനർജി വരും. അതുപോലെ തന്നെ മീൻസ് നമ്മൾ തന്നെ ശ്രദ്ധിച്ച് നോക്കൂ, നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് വൈകിട്ട് വരിക, അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞാലല്ലേ നമുക്കൊന്ന് റിഫ്രഷ് ആവുക. അതുപോലെ തന്നെ നമ്മളെ വീടിനും അങ്ങനെയാണ്. അപ്പം നമ്മളെ വീടിനെയും നമ്മൾ എന്ത് ചെയ്യുക, റിഫ്രഷ് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് ദിവാങ്കോട്ടിൻ്റെ ഡ്രസ്സ് ഊരാണ് കേട്ടോ. അതും ഒന്ന് മാറ്റാനായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സാധനം എടുത്ത് കാണിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ നീമിൻ്റെ ഇലയാണ് കേട്ടോ. ഇത് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട് ഡോറിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കൊതുകൊന്നും വരില്ല. അപ്പോൾ അതിനു വേണ്ടി എടുത്ത് വെച്ചതായിരുന്നു. കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ടുണ്ടെങ്കിൽ നീമിൻ്റെ ഇല ഒന്ന് പറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഡോറിൻ്റെ മേലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിപ്പം നിൽക്കുന്ന റൂമില്ലേ, ഇതാണ് ഡൈനിങ് ഹാള്. പക്ഷെ ഇപ്പോൾ ഡൈനിങ് ഹാളായിട്ട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഈ നിൽക്കുന്നത് ലിവിങ് റൂം. ഇത് രണ്ടും ഇപ്പം തട്ടി അടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെയാണ് ഞാൻ തുടച്ചിടാൻ പോകുന്നത്.
കോലായിലേക്കാണ് വന്നത്. കോലായി പറയുമ്പോൾ നമ്മൾ സിറ്റ് ഔട്ട്, ഞങ്ങൾ കോലായി എന്നാണ് ഇവിടെ പറയുക, നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ഒന്ന് അടിച്ച് മീൻസ് ഒന്ന് തട്ടിയടിക്കുകയാണ് ചെയ്യുന്നത്. തട്ടിയടിച്ച് അതിന് ശേഷം നമ്മൾ എന്താ പറയുക കസാരയൊക്കെ എടുത്ത് ആ കസാരൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വല്ല മാറാലോ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് തട്ടിയടിക്കും. അത് ഞാൻ എപ്പോഴും ചെയ്യുന്ന കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് തട്ടിയടിച്ച് അതിന് ശേഷം മൊത്തത്തിലൊന്ന് അടിച്ചു വാരുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് കോലായി തുടയ്ക്കാനാണുള്ളത്. ഇനി കോലായും കൂടി തുടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിയും കേട്ടോ. അപ്പോൾ ഇനി കോലായി തുടച്ചുകൊണ്ടിരിക്കുകയാണ്.
തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കരഞ്ഞും കൊണ്ട് പുറത്തേക്ക് ഓടുന്നു. അതെന്തിനാണെന്നറിയോ? അമ്മമ്മേൻ്റെ കൂടെ പുറത്ത് പോയിട്ട് കപ്പ വാങ്ങാൻ പറ്റാത്തതിന്. അവിടെ കപ്പേൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അവനെ കൂട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് അങ്ങോട്ട് ഓടിയതാണ്. കരഞ്ഞതിന് ഞാൻ അവനെ കളിയാക്കി. അതിന് എന്നെ വന്ന് കളിയാക്കുന്നത് അവന് തീരെ ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. പുറത്തേക്ക് പൊടി തട്ടിയപ്പം എല്ലാ പൊടികളും ആ ഒരു ഫ്രണ്ടിൽ വന്ന് വീണ് കിടക്കും. അപ്പം അതൊക്കെ ഒന്ന് ചെറിയ കുറ്റിച്ചൂലില്ലേ, കുറ്റിച്ചൂല് പറയുമ്പോൾ നമ്മൾ ഈർക്കിലി ചൂല്, അത് വെച്ചിട്ടൊന്ന് അടിച്ചു വാരി റെഡിയാക്കുക കേട്ടോ ആ ഫ്രണ്ടൊക്കെ. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബെഡിനൊക്കെ പുതിയ എന്താ പറയുക ബെഡ്ഷീറ്റ് വിരിക്കുകയാണ്. അങ്ങനെ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റെഡിയാക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല ഭംഗിയിലായിരിക്കും കേട്ടോ വിരിച്ചു കഴിഞ്ഞാൽ ഇരിക്കുക. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഒരു വിരുദ്ധം വരാനുണ്ട്. അതായത് എൻ്റെ മോൻ തന്നെയാണ്. പിന്നെ അതിൻ്റെ കോലം കാണേണ്ട കാഴ്ചയാണ്. പിന്നെ അത് ഒന്നിനും കൊള്ളില്ല. അങ്ങനത്തെ രീതിയിലോ നാശാക്കിയിടും. ശേഷം നമ്മുടെ ദിവാങ്കോട്ട് നമ്മളിവിടെ ഡ്രസ്സപ്പ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ വീട് ഇവിടെ പൂർണ്ണമായിട്ടും റിഫ്രഷ് ആയിരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിൾ ഡീപ്പ് ക്ലീനിങ് മെത്തേഡ്. നമ്മുടെ വീട് എങ്ങനെ ക്ലീനാക്കി വെക്കാം, നല്ല ഹൈജീനിക്കാക്കി വെക്കാം എന്നുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ലവ് യു ഓൾ.